السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽ ബയാൻ ദർശനങ്ങളെ, അപ്പോൾ നമ്മൾ സൂറത്തുൽ കഹ്ഫിലാണ് ഉണ്ടായിരുന്നത്. സൂറത്തുൽ കഹ്ഫിലെ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ ആദ്യത്തെ ഒരു കഥയായ കഹ്ഫ്, ആ ഒരു അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞത് അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഗുഹയിൽ ധാരാളം വർഷം ഉറക്കുകയും പിന്നീട് അവിടുന്ന് ഉണർത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ്. ഇനി ബാക്കി പറയാനുള്ളത് വകദാലിക അഅ്സർന അലൈഹിം ലിയഅലമു അന്ന വഅദുല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹു പറയാണ്, ഇപ്രകാരം തന്നെ ഈ കാഫിരീങ്ങൾക്ക് അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്കും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നു. അഅ്സർന അലൈഹിം, അവർക്ക് ഞാൻ പറഞ്ഞു തരുന്നു, ഞാൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ലിയഅലമു, എന്തിനാണ്? അന്ന വഅദുല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹു ബഅസ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജീവിപ്പിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെന്ന് ആളുകൾക്ക് വ്യക്തമാവാൻ, അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. വ അന്ന സാഅത ലാ റൈബ ഫീഹി, വ അന്ന സാഅത ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാൾ അത് വരാനുണ്ട്, അത് നിസ്സംശയം വരാനുണ്ട്, അതൊരിക്കലും സംശയം ഇല്ല എന്നുള്ളതൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് എന്താണ് അവർക്ക് ബോധ്യപ്പെടുത്തുന്നത്? യതനാസഊന ബൈനഹും അംറഹും, ഈ മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും അവരിടയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നു, അവർ പരസ്പരം തർക്കിക്കുന്നു. എന്താണ് അവർ തർക്കിക്കുന്നത്? ഫഖാലു, കാഫിരീങ്ങൾ പറഞ്ഞു, ഇബ്നു അലൈഹിം ബുന്യാനൻ, ഈ അവർ ഈ ഗുഹയിൽ താമസിച്ചല്ലോ, ആ താമസിച്ചതിൻ്റെ ചുറ്റും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ, എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറയുന്നു. അള്ളാഹു പറയാണ്, റബ്ബുഹും അഅലമു ബിഹിം, റബ്ബിനറിയാം കൃത്യമായിട്ടും ഇവരെക്കുറിച്ച്, എന്നാൽ കാഫിരീങ്ങളെ കുറിച്ചാവട്ടെ മുസ്ലിമീങ്ങളെ കുറിച്ചാവട്ടെ അള്ളാഹുവിന് കൃത്യമായിട്ടും അറിയാം. ഖാലദീന ഗലബു അല അംരിഹിം, മുഅ്മിനീങ്ങളായ ആളുകൾ പറയാണ്, ലനത്തഖിദ അലൈഹിം മസ്ജിദ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പള്ളി ഉണ്ടാക്കാം എന്ന്. എന്നാൽ ഇവർ ഉറങ്ങിയ ഇത്രയും വർഷത്തോളം ചെയ്യും ഉറങ്ങിയ ആ ഗുഹാമുഖത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞത്. അപ്പോൾ അവർ മുഅ്മിനീങ്ങൾ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഇനി പറയാനുള്ളത്, അവർ എത്ര ആളുകളുണ്ടായിരുന്നു എന്നതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. സയഖൂലുന, മക്ക ഖുറൈശികൾ പറയാം. കാരണം മക്കയിൽ എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മക്ക ഖുറൈശികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ മക്കയിലുള്ള ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമാണ്. ചിലർ പറഞ്ഞത് സലാസത്തുൻ, മൂന്നാളുകളുണ്ടായിരുന്നത്, റാബിഉഹും കൽബുഹും, നാലാമത്തത് അവരുടെ നായയായിരുന്നു. യഖൂലുന, ചില ആളുകൾ പറഞ്ഞെന്താ, ഖംസത്തുൻ, അഞ്ചാളുകളുണ്ടായിരുന്നു, വസാദിസുഹും കൽബുഹും, ആറാമത്തത് അവരുടെ നായയായിരുന്നു എന്നുള്ളത്. ഈ രണ്ട് എന്ത് ചെയ്ത് അഭിപ്രായങ്ങളും പറഞ്ഞത് ജൂതൻ നസ്രാനികളാണ്, ക്രിസ്ത്യൻസാണ് ഈ രണ്ട് അഭിപ്രായങ്ങളും പറഞ്ഞത്. റജുമൻ ബിൽ ഗൈബ്, ഇവർ ഈ അഭിപ്രായം പറയുന്നത് അവരുടേതായ ഒരു തോന്നൽ കൊണ്ട് പറയുന്നതാണ്. കാരണം പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, അത് അവരുടെ എന്തിനത് മനസ്സിൽ വന്ന ഒരു എന്തിനത് അഭിപ്രായം അവർ പറഞ്ഞതാകുന്നു. റജുമൻ ബിൽ ഗൈബ്. യഖൂലുന, എന്നാൽ മുഅ്മിനീങ്ങൾ പറയുന്നത് സബ്അത്തുൻ, ഈ ആളുകൾ എത്ര ഉണ്ടായിരുന്നു? 7 ആളുകളുണ്ടായിരുന്നത്. വസാമിലുഹും കൽബുഹും, 8ാമത്തതായിരുന്നു ആ നായ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 + നായ 4, അല്ല 4 + നായ 5, അല്ല 7 + ഈ നായയും 8 ആളുകൾ, അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, റബ്ബി അഅലു ബിദ്ദത്തിഹിം, അവരുടെ എണ്ണം എത്രയെന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയും. മാ യഅലുഹും ഇല്ലാ ഖലീൽ, അതുപോലെ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഏതാനും ചില ആളുകൾക്കല്ലാത്തവർക്കും അറിയുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ആ ഖലീലിൽപ്പെട്ട ആളാകുന്നു ഞാൻ എന്ന്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ തഫ്സീറിൻ്റെ മേഖലയിലൊക്കെ റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഈ ഖുർആനിലെ ആയത്തുകളുടെ തഫ്സീറുകളൊക്കെ കൃത്യമായി അറിയാമായിരുന്നു. അപ്പോൾ അള്ളാഹു പറയാണ്, എനിക്കും അതേപോലെ ഞാൻ അറിയിച്ചു കൊടുത്ത് കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിൻ്റെ കൃത്യമായ എണ്ണമൊക്കെ അറിയുമായിരുന്നുള്ളൂ എന്ന്. ഇനി നബിതങ്ങളോട് അള്ളാഹു പറയാണ്, ഫലാ തുമാരി ഫീഹിം, നബിതങ്ങൾ ഇനി അവരുടെ വിഷയത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തർക്കിക്കണ്ട. ഇല്ലാ മിറാഅൻ ളാഹിറ, ളാഹിറായ തർക്കമല്ലാതെ നിങ്ങൾ തർക്കിക്കണ്ട. ളാഹിറായ തർക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവരുടെ എണ്ണം ഇത്രയാണ്, അല്ലെങ്കിൽ അവരുടെ ആ കാര്യം ഇങ്ങനെയാണെന്നുള്ളത്. അതല്ലാത്ത ബാക്കി വിഷയങ്ങളിലേക്കും നിങ്ങൾ തർക്കിക്കാൻ പോകണ്ട. വലാ തസ്തഫ്തി മിൻഹും അഹദ, ഈ വിഷയത്തിൽ ഒരാളോടും നിങ്ങൾ ഫത്വ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇനി എന്ത് ചെയ്യാൻ, ജൂതന്മാരോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടോ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു നിങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്, വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ.
വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. എന്നാൽ ഈ കഥയെക്കുറിച്ച് മക്കയിലെ ആളുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയുണ്ടല്ലോ, ആ കഥ നിങ്ങൾക്കറിയോ, അത് പറഞ്ഞു തരുമോ എന്ന്. അവർ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്തുമായി വന്നപ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞു വന്നപ്പോൾ, മക്കയിലെ ആളുകൾ, മുമ്പത്തെ ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയൊക്കെ കേട്ട ആളുകളൊക്കെ നബി തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുക, ഇങ്ങനൊരു കഥയുണ്ട്, അത് നിങ്ങൾക്കറിയുമോ എന്ന്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ പറഞ്ഞുതരാം ഈ കഥ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുള്ളൂ, ഇൻഷാ അള്ളാഹ് നാളെ പറയാം എന്ന് പറഞ്ഞില്ല. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ല, നാളെ പറയാമെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വലാ തഖൂലന്ന ലിശൈഇൻ, പ്രവാചകരെ നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ പറയരുത്, ഇന്നി ഫാഇലു ദാലിക ഗദാ, നാളെ ഞാൻ അത് ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്, ഇല്ലാ അൻ യശാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ് എന്ന് പറയാനല്ലാതെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്ത് ഒരു കാര്യം നാളെ ചെയ്യുമെന്ന് പറയരുത്. അപ്പോൾ നാളെ എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. ഇല്ല അൻ യശാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഇൻഷാ അള്ളാഹു പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ എന്നുള്ളതൊരു വാക്കും ഷാ എന്ന വേറെ വാക്കും അള്ളാഹു വേറെ വാക്കുമാണ്. 3 പദങ്ങൾ കൂടിയിട്ടാണ്. ഇൻഷാ എന്ന ഒറ്റ പദം അല്ല. പലരും എഴുതുന്നിടത്ത് എന്ത് ചെയ്യാം, തെറ്റിക്കാറുണ്ട്. ഇൻഷാ എന്നുള്ളത് ഇൻ എന്ന് വേറെ, ഷാ എന്ന് വേറെ, അള്ളാഹു എന്ന് വേറെ. ഇൻഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അർത്ഥം. ഈ നിബിധങ്ങളോട് അള്ളാഹു വീണ്ടും പറയാണ്, വദ്കുർ റബ്ബക ഇദാ നസീത, അഥവാ ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ എന്ത് ചെയ്ത് മറന്നാൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ അള്ളാഹുവിന് ഓർമ്മയുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻഷാ അള്ളാഹ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളോട് ഒരാൾ കാര്യം ചോദിച്ചു, ഞാൻ നാളെ ചെയ്യട്ടോ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഓർമ്മ, ഇൻഷാ അള്ളാഹ് ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പോൾ പറയാം ഇൻഷാ അള്ളാഹ് എന്ന് അപ്പോൾ പറയാം. എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ്. വഖുൽ, നബിയെ നിങ്ങൾ പറയാം, അസ അൻ യഹ്ദീനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റഷദാ, അള്ളാഹു ഇതിനേക്കാളും നല്ല സന്മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തുന്നതാണ് അള്ളാഹു എന്ന് നിങ്ങൾ പറയാം. അസ അൻ യഹ്ദിയനി റബ്ബി, എൻ്റെ റബ്ബി എന്നെ ഹിദായത്തിലാക്കാം, ലി അഖ്റബ മിൻ ഹാദാ റഷദാ, ഇതിനേക്കാളും സന്മാർഗമുള്ള നല്ല വഴിയിലേക്ക് അള്ളാഹു കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ മക്ക ഖുറൈശികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ അഹ്ലുൽ കഹ്ഫിൻ്റെ ആളുകളോട് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ ചോദിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, നാളെ പറയാമെന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന് കൂട്ടി പറയണം എന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നു. ഏതായാലും ആ നിർദ്ദേശ അടിസ്ഥാനത്തിൽ അങ്ങനെ പിറ്റേന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ആയത്തുകൾ ഇറങ്ങുന്നു. അതടിസ്ഥാനത്തിൽ മക്ക ഖുറൈശികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇനി അടുത്തത്, ഇവർ എത്ര കാലമാണ് ഈ ഗുഹയിൽ താമസിച്ചത് എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. വലബിഥു ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ, അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ആ ഗുഹയിൽ താമസിച്ചത് 300 വർഷമാകുന്നു അവർ താമസിച്ചത്. സലാസമിഅത്തിൻ സിനീന, 300 വർഷമാണ് അവർ. വസ്ദാദു ദിസ്അൻ, 9 കൂടിയും അവരെന്ത് ചെയ്തു, അധികരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ 309 വർഷം. എന്നാൽ ഷംസിയായ എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം എന്ന് പറയും നമ്മൾ, സോളാർ കലണ്ടർ അടിസ്ഥാനത്തിൽ 300 വർഷവും ലൂണാർ കലണ്ടർ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമരിയായ നമ്മുടെ ചന്ദ്രവർഷം എന്ന അടിസ്ഥാനത്തിൽ നമ്മളെ മുഹറം സഫർ ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന എന്തിനത് ഹിജ്റ വർഷം, അതടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ 309 വർഷം അവർ താമസിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 100 വർഷമാകുമ്പോൾ 3 വർഷം കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ 30 വർഷം, ഓരോ 30 വർഷത്തിലും 1 വർഷം ചന്ദ്രവർഷം കൂടുതലായിരിക്കും ഉണ്ടാവുക. 30 വയസ്സായ ഒരാൾ ക്രിസ്താബ്ദം അടിസ്ഥാനത്തിൽ സോളാർ കലണ്ടർ അടിസ്ഥാനത്തിൽ 30 വയസ്സായ ഒരാൾക്ക് ലൂണാർ കലണ്ടർ അടിസ്ഥാനത്തിൽ 31 വയസ്സായിട്ടുണ്ടാവും. സോളാർ കലണ്ടർ അടിസ്ഥാനത്തിൽ 60 വയസ്സായ ഒരാൾക്ക് ലൂണാർ കലണ്ടർ അടിസ്ഥാനത്തിൽ 62 വയസ്സായിട്ടുണ്ടാവും. ഓരോ 30 വർഷത്തിലും ലൂണാർ കലണ്ടറിൽ 1 വർഷം കൂടുതലായിരിക്കും. അങ്ങനെ 300 വർഷത്തിലാണെന്നുണ്ടെങ്കിൽ 9 വർഷം കൂടുതലായിരിക്കും. എന്നാൽ 10 കൃത്യമല്ല, 9 വർഷം കൂടുതലായിരിക്കും. അള്ളാഹു അതുകൊണ്ടാണ് വസ്ദാദു ദിസ്അൻ എന്ന് പറഞ്ഞത്. ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹു അഅലമു ബിമാ ലബിസു, അവരെത്രയാണോ താമസിച്ചത് എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. കാരണം അവർ എണീറ്റപ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എണീറ്റപ്പോൾ അവർക്ക് ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ 1 ദിവസമാണ്, അല്ലെ 2 ദിവസമാണ്, 3 ദിവസമാണ് നമ്മൾ ഉറങ്ങിയത് എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ 300 വർഷം അവർ ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലഹു വൈബു സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ വൈബായ എന്ന് പറഞ്ഞാൽ അദൃശ്യമായതൊക്കെ അള്ളാഹുവിനാകുന്നു. അബ്സിർ ബിഹി വാസ്മിഅ്, അള്ളാഹു എന്ത് കാഴ്ചയുള്ളവനാകുന്നു, എന്ത് കേൾവിയുള്ളവനാകുന്നു അള്ളാഹു. അങ്ങനെ കൃത്യമായിട്ടും അത് കേൾക്കാനും കാണാനുമൊക്കെ അള്ളാഹുവിനെ അറിയുന്നതാകുന്നു. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അള്ളാഹു പറയാണ്,
ജനങ്ങൾക്ക് എന്നാൽ ആകാശഭൂമിയിലുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു വലിയും ഒരു സഹായിയും ഇല്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അള്ളാഹു ആണെങ്കിലോ തൻ്റെ ഹുക്മിൽ ഒരാളെയും പങ്കാളിയാക്കുന്നതുമല്ല, ഒരാളെയും പങ്കു ചേർക്കുന്നവനുമല്ല. വച്ചിരു ആരെ അള്ളാഹു നബി തങ്ങളോട് പറയാണ്, വച്ചിരു നിങ്ങൾ ഓതിക്കൊടുക്കൂ മ ഓഹിയ ഇലൈക, നിങ്ങളിലേക്ക് വഹീ നൽകിയത് മിൻ കിതാബി റബ്ബിക, റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ കിതാബുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ, ജനങ്ങൾക്ക് നിങ്ങൾ ഓതിക്കൊടുക്കൂ. ലാ മുബദ്ദില ലി കലിമാതിഹി, അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും ഒരു ചേഞ്ചും ഇല്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹു അല്ലാതെ ഒരു അഭയകേന്ദ്രവും നിങ്ങൾക്ക് കിട്ടൂല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് ഓതിത്തരുന്നത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം നബിയെ. അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾക്ക്, പരിശുദ്ധ ഖുർആനിലെ ഒരു വാക്കുകൾക്കും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് മാത്രമല്ല അള്ളാഹു അല്ലാതെ വേറൊരു അഭയകേന്ദ്രവും നിങ്ങൾക്കില്ല. ഇനി മറ്റൊരു സംഭവമാണ്. എന്നാൽ ഏതാനും ചില ഖുറൈശികളിലെ കുറച്ച് പ്രമാണിമാരായ ഖുറൈശികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ന് പറഞ്ഞു, നബി തങ്ങളെ, നിങ്ങൾ ഈ പാവപ്പെട്ട ഫുഖറാക്കളായ സാധുക്കളായ കുറേ സ്വഹാബികൾ നിങ്ങളുടെ കൂടെയുണ്ട്, കുറേ മുഅ്മിനീങ്ങളുണ്ട്, അവരെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാം. അവർ പാവപ്പെട്ടവരെ കൂട്ടത്തിൽ കൂടാൻ ഞങ്ങൾക്ക് ഒരു ഈഗോ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് എന്തില്ല അത് സമ്മതിക്കില്ല, ഞങ്ങളെ ഈഗോ അവരുടെ കൂട്ടത്തിൽ കൂടാൻ. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തി എന്നാൽ എന്ത് ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ കൂടാം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരാവശ്യപ്പെടുന്നു. അപ്പോൾ അതൊക്കെ നബിതങ്ങൾ നിരസിച്ചെങ്കിലും ഒരു വേള നബിതങ്ങൾ പോലും ചിന്തിച്ചു, അവരെ താൽക്കാലികമായി മാറ്റി നിർത്തിയാലും ഇവരെയും കൂടി, എന്നാൽ ഈ സമ്പന്നരായ അല്ലെങ്കിൽ പ്രമാണിമാരായ അവരെയും കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാമല്ലോ, ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി കൂട്ടത്തിൽ കൂട്ടിയാൽ മതിയല്ലോ എന്ന് പ്രവാചകൻ ഒരു വേള ചിന്തിച്ചു. ആ ഒരു സന്ദർഭത്തിൽ ആയത്തിറങ്ങുന്നു, വസ്ബിർ നഫ്സക, നബിതങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ക്ഷമിച്ച് നിർത്തുക. മഅല്ലദീന യദ്ഉന റബ്ബഹും, അള്ളാഹുവിനെ ദുആ ചെയ്യുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാകും, പാവപ്പെട്ട അവരുണ്ടാകും. ബിൽ ഗദാത്തി വൽ അശീ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അള്ളാഹുവിനെ നിസ്കരിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ടാകും. അവരോട് കൂടെ നിങ്ങളുടെ ശരീരത്തെ ക്ഷമിച്ച് നിർത്തൂ, നിങ്ങൾ അവരെ കൂടെ തന്നെ നിർത്തൂ, അവരെ ഒഴിവാക്കില്ല എന്ന്. ബിൽ ഗദാത്തി, ഗദാത്ത് എന്ന രാവിലെ, വൽ അശീ എന്ന വൈകുന്നേരം. ഗദാത്ത് എന്നാണ് പലരും എന്ത് ചെയ്യുന്നത്, ബിൽ ഗദാവത്തി എന്നോ ബിൽ ഗദവാത്തി എന്നൊക്കെ പലരും ഓതാറുണ്ട്. ബിൽ ഗദാത്തി എന്നാണ് ഓതേണ്ടത്. യുരീദൂന വജ്ഹഹു, ഈ ആളുകളൊക്കെ എന്നാണ് പാവപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ മുഖം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുഖം മാത്രം ആഗ്രഹിച്ച് എന്നാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് നിങ്ങൾ കൂടെ കൂടിയ മുഅ്മിനീങ്ങൾ പാവപ്പെട്ട അവരെ ഒഴിവാക്കില്ല, അവരെ കൂടെ നിങ്ങൾ കൂടിക്കോളൂ. വലാ തഅദു ഐനാക അൻഹും, നിങ്ങളുടെ കണ്ണ് അവരെ തൊട്ട് മാറാതിരിക്കട്ടെ, എന്നാൽ അവരെ തൊട്ട് നിങ്ങളെ കണ്ണ് ഒഴിവാക്കുക, അവരെ ഒഴിവാക്കിയിട്ട് മാറ്റി നിർത്തരുത്, അവർ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ ഈ ദുന്യാവിൻ്റെ ഈ ആഡംബരത്തെയും ഇതിൻ്റെ സമ്പത്തിനെയും നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, ഈ കാഫിരീങ്ങൾ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്, അവരെ നിങ്ങൾ ഒരിക്കലും വഴിപ്പെടരുത് കാഫിരീങ്ങൾ. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ തൊട്ട് അള്ളാഹു പറയാണ്, എൻ്റെ ദിക്റിനെ തൊട്ട് എൻ്റെ സ്മരണയെ തൊട്ട് അവരുടെ ഹൃദയത്തെ നാം ഗഫലത്തിലാക്കിയിരിക്കുന്നു, അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, അത്തരം ആളുകളെ നിങ്ങൾ അംഗീകരിക്കരുത്. അത്തരം ആളുകൾ എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങൾ. നമ്മൾ ദിക്റിനെ തൊട്ട്, നമ്മളെ നിസ്കാരത്തെ തൊട്ട്, നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിനെ തൊട്ട് അവർ ഹൃദയത്തെ നാം അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ കാഫിരീങ്ങൾ, അവരെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. ഓല് വന്ന് വലുതും പറയും, ചിലപ്പോൾ ഇവരെ മാറ്റി നിർത്താൻ പറയും, ചിലപ്പോൾ ഒഴിവാക്കാൻ പറയും, ഓലെ നാട് കടത്താൻ പറയും, അങ്ങനെ വലുതും ഓല് പറയും, അവരെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന്. അപ്പോൾ വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബ ഹവാഹു, നമ്മുടെ എന്ത് എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളായ ആളുകളെ അവരുടെ സ്വയം ഇഷ്ടത്തെ പിൻപറ്റിയ ആളുകൾ, ദേഹ ഇച്ഛയെ പിൻപറ്റിയ ആളുകളുണ്ടാകുന്ന ഈ കാഫിരീങ്ങളെ അവരെ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ അംഗീകരിക്കരുത്. വക്കാന അമ്രുഹു ഫുറുത്ത, അവരെ കാര്യം, അത്തരക്കാരുടെ കാര്യം എന്ത് ചെയ്യുന്നത് ഇസ്രാഫാണ്. അവർ എന്ത് ചെയ്യുന്നത് അമിതമായിട്ട് ഇങ്ങനെ പറയാണ്, അവർ ഇസ്ലാമിനെതിരെ അവർ പറയുകയും അമിതമായിട്ട് ചിലവാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അവരുടെ കാര്യങ്ങൾ. വഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഹക്ക് അള്ളാഹുവിൽ നിന്നാകുന്നു, യഥാർത്ഥം അള്ളാഹുവിൽ നിന്നാകുന്നു ഹക്കുള്ളത്. ഫമൻ ഷാ ഫല്യുമിൻ, നിങ്ങൾക്ക് എന്ത് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചോളൂ. ഫമൻ ഷാ ഫൽയക്ഫുർ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ കാഫിരീങ്ങളായിക്കോളൂ. അപ്പോൾ നബി തങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണ, അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ഒഴിവാക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ പ്രമാണിമാരുടെ മുമ്പിൽ പോയി പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ മുഅ്മിനായിക്കോളി, അല്ല നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ മുഅ്മിനാവേണ്ട കാഫിറായിക്കോളി
എന്തുതന്നെയാണെങ്കിലും ഇന്ന ആഴ്ത്തതിനാൽ ളാലിമീന, ഈ കാഫിര്യങ്ങൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്ന നാറൻ നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അഹാത്ത ബിഹിം സുറാത്തിഖുഹ, ആ നരകത്തിൻ്റെ ചുറ്റും മതിലുണ്ടാവുമല്ലോ, അതിങ്ങനെ അവരെ ചുറ്റിയിട്ടുണ്ടാകും. ഈ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നരകത്തിൽ ആരെ ഈ കാഫിര്യങ്ങളിടും എന്ന് അള്ളാഹു പറയാം. വയ്യസ്തഗീസു, ഇനി അവരെന്തിനത് നരകത്തിൻ്റെ തീയിൽ നിന്ന് അവർ സഹായം ചോദിച്ചാൽ യുഗാസു ബി മാ ഇൻ കൽ മുഹിൽ, യുഗാസു അവർക്ക് എന്ത് ചെയ്യാം, ആ സഹായം കിട്ടൽ ബി മാ ഇൻ കൽ മുഹിൽ. മുഹിൽ എന്ന് പറഞ്ഞാൽ ജെയ്ത്ത് എണ്ണ ഉണ്ടാവും, പറഞ്ഞാൽ എണ്ണ, ജെയ്ത്ത് എണ്ണ. ആ ജെയ്ത്ത് എണ്ണ പോലത്തെ എന്തിനത് ഒരു വെള്ളമാണ് അവർക്ക് കിട്ടുക, എന്നാൽ തിളച്ച എണ്ണ. യഷ്ഫിൽ വുജൂഹ, അവരുടെ മുഖമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, കരിച്ചു കളയും. അവരെ മുഖമൊക്കെ ഇങ്ങനെ, യഷ്ഫി പറഞ്ഞാൽ ഷവായ ആക്കുന്ന അർത്ഥം, ഷവായ എന്ന് കേട്ടില്ല, അങ്ങനെ കാരണം മുഖമൊക്കെ കരിച്ചു കളയും. അപ്പം നല്ല എന്തിനത് ചൂടുള്ള ഒരു എണ്ണയായിരിക്കും അവർക്ക് കിട്ടുക. അവർ ദാഹിച്ച് വലഞ്ഞ് അവരിങ്ങനെ ചോദിക്കും, നമ്മൾ സഹായം ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വെള്ളം ചൂടുള്ള എണ്ണയായിരിക്കും, തിളക്കുന്ന എണ്ണ. അതിങ്ങനെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മുഖം എന്ത് ചെയ്തു, കരിവാളിച്ചു പോകും, മുഖമൊക്കെ കരിഞ്ഞു പോകും. എന്നാലും ഒരു കുടിക്കും അത്. അത്രത്തോളം അവർക്ക് അത്രത്തോളം ശക്തമായ ദാഹം അവർക്കുണ്ടാകും എന്നതാണ്. ബിഇസ ഷറാബു വസാഅത്ത് മുർത്തഫഖ, അള്ളാഹു പറയാണ് ബിഇസ ഷറാബു, എന്ത് മോശമായ വെള്ളമാണത്. മോശമായ വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ള വെള്ളമായിരിക്കും അത്. വസാഅത്ത് മുർത്തഫഖ എന്നാൽ അത് എന്തിനത്, ആ നരകത്തിൽ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു എന്തായിരിക്കും, ആ ഒരു അവസ്ഥയായിരിക്കും അതുണ്ടാവുക എന്നർത്ഥം. ഇനി അള്ളാഹു പറയാം ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അതേസമയം മുഅ്മിനീങ്ങളായ നന്മകൾ ചെയ്ത ആളുകളുണ്ടല്ലോ, അവരോ ഇന്ന ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, ഒരു നന്മ ചെയ്ത, ദുനിയാവിൽ വെച്ച് ഒരു നന്മ ചെയ്ത ഒരാളുടെ നന്മയെ, ഒരു കൂലിയെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അള്ളാഹു പറയാം നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഏത് ഒരു നന്മയാണെങ്കിലും അതിൻ്റെ കൂലി അള്ളാഹു നൽകുന്നതാണ് എന്നാണ്. ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ, അള്ളാഹു പറയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ ജന്നാത്തു അദ്ൻ, അതെന്ന് പറഞ്ഞാൽ താമസിക്കുന്ന, എന്നേക്കും താമസിക്കാൻ പറ്റുന്ന ഒരു സ്വർഗം നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്ക്. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, ആ സ്വർഗത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ ഇങ്ങനെ പുഴകൾ ഇങ്ങനെ ഒഴുകുന്നു. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ, ആ സ്വർഗത്തിൽ അവർ ഇങ്ങനെ ആഭരണം ധരിക്കപ്പെടും. മിൻ അസാവിറ, അസാവിർ എന്ന് പറഞ്ഞാൽ വളകളൊക്കെ. അപ്പോൾ നല്ല ആഭരണങ്ങളൊക്കെ എന്ത് ചെയ്യും അവർക്ക് ഉണ്ടാകും. മിൻ ദഹബിൻ, സ്വർണ്ണത്താലുള്ള ആഭരണങ്ങളൊക്കെ അവർക്കുണ്ടാകും. എൽബസൂന, അവർ ധരിക്കുന്നതോ സിയാബൻ ഹുദറൻ, പച്ച വസ്ത്രങ്ങൾ അവരുണ്ടാകും. മിൻ സുന്ദുസിൻ വ ഇസ്തബ്രഖിൻ, സുന്ദുസ് എന്ന് പറഞ്ഞാൽ നല്ല എന്തിനത് സോഫ്റ്റ് ആയിട്ടുള്ള പട്ട്. അപ്പോൾ ഇസ്തബ്രഖിൻ, ഇസ്തബ്രഖ് എന്നാൽ നല്ല കുറച്ച് കട്ടിയുള്ള എന്ത് പട്ടിനാണ് ഇസ്തബ്രഖ് എന്ന് പറയാം. എന്താ അപ്പോൾ അള്ളാഹു പറയാണ് അവർക്ക് സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നത്, തായ്വാരത്തിലൂടെ ഇങ്ങനെ നദികൾ ഒഴുകുന്ന സ്വർഗം, അതിലവർക്ക് നല്ല ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും പട്ട് വസ്ത്രങ്ങളൊക്കെ അവർ. അപ്പോൾ മുത്തഖീന ഫിഹാ അൽ അറായിക്കി, ഈ ചാരി കസേരയിൽ അവരിങ്ങനെ എന്ത് ചെയ്യാം, ചാരിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറച്ച് ലാവിഷായിട്ടൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ റിലാക്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാരിയിരിക്കുക എന്നർത്ഥം. നിഅമ സവാബു വ ഹസ്നത്ത് മുർത്തഫഖ, എത്ര നല്ല ഒരു കൂലിയാണ് ഇവർക്കുള്ളത്, മുഅ്മിനീങ്ങൾക്കുള്ളത്. ഹസ്നത്ത് മുർത്തഫഖ, നേരത്തെ നമ്മൾ സാഅത്ത് മുർത്തഫഖ എന്ന് പറഞ്ഞു, ഹസ്നത്ത് മുർത്തഫഖ, അവർക്ക് നല്ലൊരു അഭയകേന്ദ്രമാണ്, എന്തൊരു നല്ലൊരു സൗകര്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം കാഫിര്യങ്ങളത് പറഞ്ഞു, നരകത്തിലുള്ള അവസ്ഥ, ആ നരകത്തിൽ അവർ വെള്ളം ചോദിക്കുന്നതും അവർ മുഖം കരിവാളിക്കുന്നതൊക്കെ. പിന്നെ അതിനുശേഷം സ്വർഗത്തിലുള്ളത് പറഞ്ഞു, സ്വർഗത്തിൽ നല്ല ആളുകൾക്ക് സ്വർഗം കിട്ടും, അവിടെ നല്ല ആഭരണങ്ങൾ, നല്ല പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാകും. പിന്നെ ചാരുകസയിലൊക്കെ ചാരി ഇരുന്നിട്ടൊക്കെ നല്ല ഒരു ലാവിഷായിരിക്കും അവർക്കുണ്ടാവുക എന്നും പറഞ്ഞു. ഓക്കെ, ബാക്കി പിന്നെടുക്കാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.